ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് മത്സരം നടക്കുക. ഈ വർഷം ഇന്ത്യ കളിക്കാൻ ഒരുങ്ങുന്ന ആദ്യ T20 മത്സരം കൂടിയാണ് ഇത്. കഴിഞ്ഞ വർഷത്തെ മിന്നും ഫോം ഇക്കുറിയും ആവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയായിരുന്നു T20യിൽ ഇന്ത്യയുടെ അവസാന പരമ്പര. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന 4 മത്സര പരമ്പരയിൽ ഇന്ത്യ 3-1 വിജയം നേടിയിരുന്നു. യുവതാരങ്ങളുടെ മികച്ച പ്രകടനമായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യക്ക് കിടിലൻ ജയം സമ്മാനിച്ചത്. സഞ്ജു സാംസണും തിലക് വർമ്മയുമായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഹീറോസ്. ഇവരിൽ നിന്ന് ഇതേ ഫോം ഇംഗ്ലണ്ട് പരമ്പരയിലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ 3-ാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ചതിന് ശേഷമായിരുന്നു തിലക് വർമ്മയുടെ കളി മാറിയത്. പരമ്പരയിലെ അവസാന 2 കളികളിൽ സെഞ്ചുറികൾ നേടി താരം മിന്നിത്തിളങ്ങുകയും ചെയ്തു. ബുധനാഴ്ച ഇംഗ്ലണ്ടിനെതിരെ ആരംഭിക്കുന്ന പരമ്പരയിലും തിലകിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. കൊൽക്കത്തയിൽ നടക്കാനിരിക്കുന്ന 1-ാം T20യിൽ ഒരു കിടിലൻ റെക്കോർഡ് നേടാനുള്ള അവസരമാണ് തിലകിനെ കാത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ബാറ്റിംഗ് പറുദീസയായ ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന ആദ്യ T20യിൽ സെഞ്ചുറി നേടാനായാൽ അന്താരാഷ്ട്ര T20യിൽ തുടർച്ചയായ 3 ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുന്ന ചരിത്രത്തിലെ ആദ്യ താരമായി തിലക് വർമ്മ മാറും. അന്താരാഷ്ട്ര T20യിൽ തുടർച്ചയായ 2 കളികളിൽ സെഞ്ചുറികൾ നേടിയ 5 താരങ്ങളാണ് ഉള്ളത്. അതിലെ 5-ാമനാണ് തിലക്. ഫ്രാൻസ് താരം ഗൂസ്റ്റാൻ മക്യൂൻ, ദക്ഷിണാഫ്രിക്കയുടെ റിലെ റൂസോ, ഇംഗ്ലണ്ടിന്റെ ഫിൽ സാൾട്ട്, ഇന്ത്യയുടെ സഞ്ജു സാംസൺ എന്നിവരാണ് മറ്റ് 4 പേർ. ഈ താരങ്ങളിൽ നിന്ന് ഒരു പടി മുന്നിൽ കയറാനുള്ള അവസരമാണ് ഇപ്പോൾ തിലകിന് മുന്നിലുള്ളത്. നിലവിൽ T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ 1-ാമതുള്ള താരം കൂടിയാണ് തിലക് വർമ്മ. T20 മത്സരങ്ങളാണ് തിലക് വർമ്മ ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളത്. ഇതിൽ 51.33 ബാറ്റിംഗ് ശരാശരിയിൽ 616 റൺസാണ് സമ്പാദ്യം. 5 മത്സരങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 പരമ്പരയിലുള്ളത്. ആദ്യ മത്സരം ബുധനാഴ്ച നടക്കുമ്പോൾ 2-ാം മത്സരം ശനിയാഴ്ച ചെന്നൈയിലാണ്. 3-ാം T20 ഈ മാസം 28-ന് രാജ്ഘട്ടിലും 4-ാം T20 ഈ മാസം 31-ന് പൂനെയിലും നടക്കും. പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും T20ക്ക് വേദിയാകുന്നത് മുംബൈയാണ്. ഫെബ്രുവരി 2-നാണ് ഈ കളി നടക്കുക. അതേസമയം പരമ്പരാഗതമായി ബാറ്റർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് കൊൽക്കത്തയിലേത്. എന്നാൽ മഞ്ഞുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് നേടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. മാത്രവുമല്ല, മഴയ്ക്ക് സാധ്യതയില്ല എന്നും തെളിഞ്ഞ ആകാശമാണ് കൊൽക്കത്തയിലുള്ളത് എന്നുമാണ് കാലാവസ്ഥാ റിപ്പോർട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, മുഹമ്മദ് ഷമി, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും ഉണ്ടാവുക.